ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടമാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. നമ്മുടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരിക്ക് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1.5 മണിക്കൂറോളം ഞാനിവിടെ ചിക്കനെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ഒരു പാനിലേക്ക് ഓയിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ ഒന്ന് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ നല്ലപോലെ വെന്ത് മൊരിഞ്ഞ് കിട്ടുന്നത് വരേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ചിക്കൻ വേവിക്കാനൊന്നും വെക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നല്ലപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കന് അത്യാവശ്യം മൊരിഞ്ഞ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ പൊരിച്ചെടുത്തത്. ആ ഓയിൽ തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 4-5 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് 1 കപ്പോളം ചെറിയുള്ളി ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ തൊലിക്കുന്ന അരിയുന്നൊക്കെ മടി വിചാരിച്ചിട്ട് വലിയുള്ളി ചേർത്ത് കൊടുക്കരുത്. ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി നല്ലപോലെ വഴന്ന് വരുന്നത് വരേക്കും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുവിലൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ഓരോന്നായിട്ടും ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ്, വറ്റൽമുളക് പൊടിച്ചെടുത്തത്. ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഞാനിവിടെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ബോട്ടിൽ തീർന്നു പോയ കാര്യം അറിയണത്. അപ്പോൾ പിന്നെ ടൊമാറ്റോ സോസ് ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 4 തക്കാളി ഞാനിവിടെ വേവിച്ചിട്ട് ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കാം. ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുത്തൊരു പാനിലേക്ക് മാറ്റി നമുക്കിത്
ഗ്യാസിൽ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുത്താൽ നമുക്ക് ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ സോസ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയമാണ്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരോ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടത്. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ നല്ല ചൂട് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസി ആണെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് ചിക്കൻ്റെ. നിങ്ങളിതുവരെയും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.